BSc നേഴ്സിങ്ങും GNM തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് പറയുകയാണെങ്കിൽ അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് നിങ്ങളും ഞാനും ഈ ഒരു വർഷം +2 കഴിയാണ്. ഓക്കെ, +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ ചൂസ് ചെയ്യുന്നത് GNM ആണ്, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് BSc നേഴ്സിംഗ് ആണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ GNMലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് 2-3 ഓപ്ഷനാണുള്ളത്. ഒന്ന് DME ത്രൂ എന്ത് ചെയ്യാം, അപേക്ഷിക്കുക, ഗവൺമെൻറ് സെക്ടറുകളിൽ അപേക്ഷിക്കുക. അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് സെക്ടർ കോളേജുകൾ വരുന്നുണ്ട്, അവിടെയൊക്കെ എന്ത് ചെയ്യുക, എനിക്ക് അപ്ലിക്കേഷൻ ഇട്ട് ഇൻ്റർവ്യൂ ത്രൂ എന്ത് ചെയ്യുക, അഡ്മിഷൻ കയറാം. ഇനി ഇത് രണ്ടും അല്ലാതെ എനിക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ്, ഔട്ട് ഓഫ് കേരള പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ BSc നേഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ റൂട്ടിലേക്ക് പോകേണ്ടി വരും, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുക? എനിക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഇതിലൂടെ എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ എൻ്റെ മാർക്ക് ബേസിസിൽ BSc നഴ്സിംഗ് കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു 95% അബോ മാർക്ക് ഇറ്റ് ഈസ് വെരി കമ്പൽസറി ഫോർ ടു ഗെറ്റ് അഡ്മിഷൻ ത്രൂ LBS ത്രൂ എന്ത് ചെയ്യണം, ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ട്. 95% കഴിഞ്ഞ വർഷമൊക്കെ 94 ഉള്ളവരൊക്കെ പുറത്ത് ആയിട്ടുണ്ട്. അപ്പോൾ 95% മാർക്ക് വേണം. ഞാൻ എന്ത് ചെയ്യും, LBS ത്രൂ അപ്ലൈ ചെയ്ത് ഞാൻ കേരളത്തിലെ ഒരു കോളേജിൽ പഠിക്കും. അങ്ങനെ ഏതായാലും നിങ്ങൾ BSc നേഴ്സിംഗിന് അഡ്മിഷൻ എടുത്തു, ഞാൻ എന്ത് ചെയ്യുന്നു, GNMലേക്ക് അഡ്മിഷൻ എടുത്തു. ഓക്കെ, ഫസ്റ്റ് ഇയർ കഴിയുന്നു, നിങ്ങളും ഫസ്റ്റ് ഇയർ കഴിയാണ്. അങ്ങനെ സെക്കൻഡ് ഇയറിലേക്ക് എത്തി, നിങ്ങളും അതെന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഇയറിലേക്ക് എത്തി. തേർഡ് ഇയറിലേക്ക് എത്തി ഞാൻ, നിങ്ങളും തേർഡ് ഇയറിലേക്ക് എത്തി. എൻ്റെ തേർഡ് ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്, എൻ്റെ കോഴ്സ് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നിങ്ങളെ കോഴ്സ് അവിടെ വീണ്ടും എന്ത് ചെയ്യണം, 1 ഇയറും കൂടി ഞാൻ എന്ത് ചെയ്യണം, ഒരു 1 ഇയറും കൂടെ പഠിക്കാനുണ്ട്. ഞാനത് കഴിഞ്ഞതിന് ശേഷം, GNM കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്, പ്രാക്ടിക്കലിലേക്ക് പോവുകയാണ്. ആ സമയത്ത് എനിക്ക് സാലറി കിട്ടും. ആ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് BScയിലേക്ക് എന്ത് ചെയ്യണേ, ചേരുകയാണ്. ഓക്കെ, പോസ്റ്റ് BScയിലേക്ക് ചേരുകയാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് പോസ്റ്റ് BScയിലേക്ക് ചെയ്യണേ. അപ്പോൾ ഇവിടെ പല ആളുകളോട് ഡൗട്ട് ഉണ്ടാവും, പോസ്റ്റ് BSc വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്ക് റെഗുലർ ആണ് നമ്മളെ ഇതിലേക്ക് വരുന്നത്, പക്ഷെ പല കോളേജുകളും അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. തോന്നുന്നു ഒരുവിധം ഒട്ടുമിക്ക കോളേജുകളും, കർണാടകയിലേക്കാണെങ്കിൽ ഒട്ടുമിക്ക കോളേജുകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. എനിവേ ഏതായാലും ഞാൻ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് BScയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നു. അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 4ാമത്തെ വർഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ 4ാമത്തെ വർഷം കഴിയുന്നു. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, BSc നേഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു വർഷം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അഗൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, BSc നഴ്സിംഗിന് 4ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വർക്കിങ്ങിലാണ്, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. 1 ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാലറി കിട്ടും. ഞാൻ എന്ത് ചെയ്യും, 4ാമത്തെ വർഷം പഠിച്ചിറങ്ങുന്നു. ആ സമയം ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്തു, 1 വർഷം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നു, 1 വർഷം സാലറി നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ പിന്നെ മാത്രമല്ല, നിങ്ങൾ ഓൺ ഗോയിങ് സ്റ്റുഡൻറ്റ് കൂടെയാണ് അല്ലെ, പോസ്റ്റ് BScയുടെ 1 ഇയർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് കൂടെയാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 5ാമത്തെ വർഷം ഞാൻ പോസ്റ്റ് BSc കംപ്ലീറ്റ് ആവുന്നു. എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടുന്നു, 2 വർഷത്തെ സാലറിയും കിട്ടുന്നുണ്ട്. നിങ്ങൾ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നുണ്ടത്? 1 ഇയർ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, 1 ഇയർ സാലറിയും കിട്ടും. പ്ലസ് നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ളത് BSc നേഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റും 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് ഉള്ളത്. ഇനി എൻ്റെ കയ്യിൽ കിട്ടുന്നത് GNM കഴിഞ്ഞിട്ടുള്ള എൻ്റെ GNMൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. പോസ്റ്റ് BSc കഴിഞ്ഞു, BSc നേഴ്സിംഗിൻ്റെ അതേ വാല്യൂ കിട്ടി, നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ അതേ വാല്യൂ കിട്ടി. പ്ലസ് എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി, 2 വർഷത്തെ സാലറിയും കിട്ടിയിട്ടുണ്ട്. ഇനി 6ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ MSc നേഴ്സിംഗ് ഞാൻ ഡയറക്റ്റ് എടുക്കാൻ പോവുകയാണ്. നിങ്ങളോ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, MSc നേഴ്സിംഗ് എടുക്കാൻ പോവുകയാണ്. അവിടെയാണ് എന്ത് ചെയ്യും, BSc നേഴ്സിംഗ് കഴിഞ്ഞ 1 വർഷം എന്ത് ചെയ്യണം, നിർബന്ധിത വർക്ക് എക്സ്പീരിയൻസ് വേണം MSc നേഴ്സിംഗിലേക്ക് പോകണമെങ്കിൽ. അപ്പം 5 വർഷം, എൻ്റെ 5 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ MSc നേഴ്സിംഗിലേക്ക് പ്രാപ്തനാകുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, BSc പോസ്റ്റ് BSc കഴിഞ്ഞതിന് ശേഷം വീണ്ടും 1 വർഷം എനിക്ക് വേണ്ട, പോസ്റ്റ് BSc കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, MSc നേഴ്സിംഗിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ 6ാമത്തെ വർഷം ഞാൻ MSc നേഴ്സിംഗിലേക്ക് പോവാണ്, നിങ്ങളാണെങ്കിലും MSc നേഴ്സിംഗിലേക്ക് പോവാണ്. അതാണ്. ഓക്കെ, വലിയ മാറ്റം അവിടെ ഉണ്ടോ? ഇല്ല, ആക്ച്വലി നമുക്കിപ്പോൾ ഇതൊരു കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ BSc നഴ്സിംഗിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈൻഡിലുണ്ട് MSc എടുത്തിട്ട് എനിക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം, ഹോസ്പിറ്റൽസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ BSc നഴ്സിംഗ് എടുക്കാതെ ഈ പറഞ്ഞ പോലെ GNM എടുക്കുക, പോസ്റ്റ് BSc ചെയ്യുക, MSc ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പുറത്തേക്ക് പോവുകയാണെന്ന് തന്നെ കൂട്ടി, പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ മിനിമം IELTS പോലത്തെ എക്സാം എഴുതിയിട്ട് പുറത്തേക്ക് പോകണം. ആ സമയത്ത് ഇൻ്റർവ്യൂക്ക് പോരാണ്. ഈ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പോസ്റ്റ് BScൻ്റെ സർട്ടിഫിക്കറ്റും GNMൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്, 4 വർഷത്തെ BSc നേഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റും 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് വരുന്നത്. ബാക്കിയുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെയിം ഇതുണ്ടായാൽ തന്നെ അല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഏതെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ ഇനിയിപ്പം GCC കൺട്രീസിലേക്കാണെങ്കിൽ അതിൻ്റെതായ എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കുന്നത് നിർബന്ധമാണ്.
ഇത് രണ്ടുപേരും ഒരുപോലെ തന്നെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ കയ്യിലുള്ളത് 3 വർഷത്തെ GNM സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പോസ്റ്റ് BSc സർട്ടിഫിക്കറ്റും 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് 4 വർഷത്തെ BSc നേഴ്സിംഗ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് ഉള്ളത്. ഇവിടെ വാല്യൂ കൂടുതൽ ആർക്കാ വരിക? അതെ, GNM എടുത്തിട്ട് പോസ്റ്റ് BSc എടുത്തിട്ടുള്ള ആളുകളിലേക്കായിരിക്കും. അപ്പോൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജോലിയിലേക്ക് പുറത്തേക്കൊക്കെ പോകാനും വേണ്ടി നോക്കുകയാണെങ്കിൽ എന്ത് തന്നെ ആയാലും GNM എടുത്ത് പോസ്റ്റ് BSc എടുത്ത് വന്നിട്ടുള്ള എനിക്കേക്കാളും കൂടുതൽ വാല്യൂ വരിക. അതെ, ഒരിക്കലും എന്ത് ചെയ്യില്ല, BSc നേഴ്സിങ്ങിൻ്റെ അവിടെ എക്സ്പീരിയൻസിന് വാല്യൂ വരുന്നുണ്ട്. അതെ, സർട്ടിഫിക്കറ്റിനേക്കാളും കൂടുതൽ ഇതൊരു സർവീസ് മേഖലയാണ്. അതെ, അവിടെ എക്സ്പീരിയൻസിനാണ് എന്ത് ചെയ്യുന്നത്, വാല്യൂ കൊടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തുകൊണ്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ GNM ആണ് ബെറ്റർ എന്നുള്ളതാണ്. ഇനി വേണ്ട കോസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള സാർ ഇപ്പോൾ ഒരു നോർമൽ ഇതിലേക്ക് വരാം. അപ്പോൾ അത് അധികം കുട്ടികൾക്ക് നമ്മളിവിടെ കേരളത്തിൽ സീറ്റ് കുറവ് തന്നെയാണ്. നമ്മൾ പല വീഡിയോസുകളും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, സീറ്റ് കുറവ് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ ഏകദേശം ഒരു ആവറേജ് കോസ്റ്റ് എന്നുള്ളത് ഒരു 6.5 lakh to 12 lakh വരെയൊക്കെ വരുന്നുണ്ട് ഏകദേശം BSc നേഴ്സിങ്ങിന്. നമുക്കൊരു ആവറേജ് ഇതെടുക്കാം, കോസ്റ്റ് വരുന്നതെങ്കിൽ ഒരു 8 ലക്ഷം രൂപ വരും. 8 ലക്ഷം രൂപ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോശമില്ലാത്ത ഒരു കോളേജ് കിട്ടണമെങ്കിൽ 8 ലക്ഷം രൂപ വരുന്നുണ്ട്. GNM-നാണെങ്കിൽ ഏകദേശം എന്ത് വരുന്നത് 3 ലക്ഷം രൂപ മുതൽ ഒരു 4-4.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാനും അതേമാതിരി എന്ത് ചെയ്യുന്നു, എനിക്ക് പഠിക്കാൻ ഒരു 3.5 ലക്ഷം രൂപ ആവറേജ് എടുക്കാം. ഏകദേശം കോസ്റ്റ് വരുന്നത് 3.5 ലക്ഷം രൂപയാണ് GNM-ൻ്റെ കോസ്റ്റ് വരുന്നത്. 8 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത് നമുക്കൊരു 50 പിടിക്കാം, ഒരു 4 lakh rupees GNM-ന്. ഓക്കെ, 4 lakh വരുന്നുണ്ട്. അപ്പോൾ നേരെ പകുതിയേ വരുന്നുള്ളൂ എന്ത് GNM-ന് BSc നേഴ്സിങ്ങിനേക്കാളും. ഇനി പോസ്റ്റ് BSc പഠിക്കുമ്പോഴുള്ള ചിലവ് അറൗണ്ട് ഒരു 1 lakh 1.5 lakh മേ ബി 1 lakh ആണ് ഒരു ആവറേജ് റേഞ്ച് എന്നുള്ളത്. അതെ, അപ്പോൾ ഇനി അതും കൂടി കൂട്ടി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് 8 ലക്ഷം രൂപ വരുന്നുണ്ട്. അവിടെ 3 ലക്ഷം രൂപ എന്താണ് സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല 5 വർഷം കഴിഞ്ഞാൽ കൂടുതൽ സാധ്യത, അതേപോലെ എക്സ്പീരിയൻസും ഒന്നും കൂടി ജോലി സാധ്യതയുള്ളത് ഒരേ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് പോകുമ്പോൾ സാധ്യത ഉള്ളത് ആർക്കായിരിക്കും? GNM കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് BSc കഴിഞ്ഞിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക്. അതെ, തീർച്ചയായിട്ടും.